സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കപ്പടിച്ച് തൃശൂർ. 1 പോയിന്റിന് പാലക്കാടിനെ മറികടന്നാണ് കാൽ നൂറ്റാണ്ടിന് ശേഷം തൃശൂർ ചാമ്പ്യന്മാരായത്. സമാപന സമ്മേളനത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവേശമായി നടൻ ആസിഫ് അലിയും ടൊവിനോ തോമസും അതിഥികളായെത്തി. നിറഞ്ഞ സദസ്സിൽ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊടിയിറങ്ങി. അനന്തപുരിയിൽ തൃശൂർ പൂരം. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ കണ്ണൂരും പാലക്കാടും തമ്മിലായിരുന്നു അവസാനം വരെ പൊരിഞ്ഞ പോര്. ക്ലൈമാക്സിൽ കോഴിക്കോട് കയറി വരുമോ എന്ന ആകാംക്ഷയ്ക്കിടെയാണ് 1008 പോയിന്റുമായി തൃശൂർ മിന്നിച്ചത്. ഒടുവിൽ സ്വർണ്ണക്കപ്പ് തൃശൂരിലേക്ക്. പോയിന്റുമായി പാലക്കാട് തൊട്ടുപിന്നിലും 1003 പോയിന്റോടെ കണ്ണൂർ മൂന്നാമതുമെത്തി. അവസാന ദിവസം നേടിയ പോയിന്റാണ് 1999 ശേഷം തൃശൂരിലേക്ക് കിരീടമെത്തിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള സംഘാടകരെ അഭിനന്ദിച്ച സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അനന്തപുരിയിൽ ഈ തലസ്ഥാന നഗരിയിൽ നടന്ന ഈ യുവജനോത്സവം പരാതികളില്ലാതെ ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞതിന് ഞാൻ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അധ്യാപക സംഘടനകളെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കലാരംഗത്തിന്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി ഇത്രയധികം പേർ വളർന്നു വരുന്നത് കാണുമ്പോൾ അഭിമാനമുണ്ടെന്ന നടൻ ടൊവിനോ. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷവും അതിനു മുകളിൽ പ്രതീക്ഷയുമാണ്. ഇത്രയും 15,000-ഓളം കലാകാരന്മാരും കലാകാരിമാരും ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട്, കലാരംഗത്തിൻ്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് വളർന്നു വരുന്നത് കാണുന്നത് വളരെ അഭിമാനവും അതോടൊപ്പം വലിയ പ്രതീക്ഷയുമാണ്. കസേര പിടിക്കാൻ പോലും കലോത്സവ വേദിയിൽ കയറാത്ത തന്നെ സമാപന വേദിയിൽ എത്തിച്ചത് കലയാണെന്ന് നടൻ ആസിഫ് അലി. കഴിവ് തെളിയിച്ചവർ കലയിൽ നിന്ന് അകന്നു പോകരുതെന്നും ആസിഫ്. ഇതുവരെ കസേര പിടിച്ചിടാൻ പോലും ഒരു യുവജനോത്സവ വേദിയിലും കയറിയിട്ടില്ല. ഒരു കലാരൂപത്തിന്റെയും ഭാഗമായിട്ട് ഒരു സ്റ്റേജിലും കയറിയിട്ടില്ല. ഇത്രയും വലിയൊരു ക്രൗഡിനെ നോക്കി സ്കൂൾ ടൈമിൽ സംസാരിക്കാനും പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് കല എന്ന് എൻ്റെ സിനിമ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാര്യമായ പരാതികളോ പ്രതിഷേധങ്ങളോ ഇല്ലാതെ സമയക്രമം പാലിച്ച മത്സരങ്ങളോടെയാണ് തിരുവനന്തപുരം മേളയ്ക്ക് തിരശീല വീണത്. ടീം ജനം, തിരുവനന്തപുരം.